എടി, നമ്മുടെ സാറും മേഡം അല്ലേ ആ വരുന്നേ? സാറെന്താ ഇവിടെ? നമ്മുടെ സുഖവിവരം അന്വേഷിക്കാൻ വേണ്ടി വന്നതാവും. വിശാൽ സാറ് വാ നടക്ക്. വന്നേ. അല്ല സാറേ, സാറെന്താ ഇവിടെ? അല്ല, ഇതാര്? ഗണേശനല്ലേ? അപ്പൊ സാറിന് എന്നാ ഓർമ്മയുണ്ടല്ലേ? ഓർമ്മയുണ്ടോന്നോ? പണ്ട് അമ്മ എന്നെയും കൊണ്ട് ഇവിടെ വരുമ്പോ ചേട്ടനല്ലേ എന്നെ എടുത്തുകൊണ്ട് നടന്നിരുന്നത്? അല്ല, ഏട്ടൻ മാത്രമല്ല എന്നെ എടുത്തുകൊണ്ട് നടന്നിട്ടുള്ളത്. ഇവിടെ പലരും എന്നെ എടുത്തിട്ടുണ്ട്. പക്ഷേ എപ്പോ വന്നാലും ആദ്യം അമ്മയുടെ കയ്യിൽ നിന്ന് എന്നെ എടുക്കുന്നത് ഏട്ടനായിരിക്കും. ഏട്ടനെ മാത്രമല്ല, ഇവിടെയുള്ള എല്ലാവരെയും എനിക്കറിയാം. ഈ നിൽക്കുന്ന ശശിയേട്ടൻ, ഈ നിൽക്കുന്ന ലീല ചേച്ചി, അത് സുധാമണി ചേച്ചി, ഇത് തോമസ് ഏട്ടൻ. ഇവരൊക്കെ എന്റെ കളിക്കൂട്ടുകാര്. അമ്മ കോളനിയിലേക്ക് വരുമ്പോഴേ എനിക്ക് ഇവിടെ വരാൻ വലിയ ഇഷ്ടമായിരുന്നു. കാരണം എന്താണെന്നറിയോ? അമ്മ ഇവിടെ ഉള്ളവരുടെ വിശേഷങ്ങൾ തിരക്കുമ്പോൾ എനിക്ക് ഇവരോടൊപ്പം കളിക്കാം. അന്ന് ഒപ്പം കളിച്ചവര് ഈ നിൽക്കുന്ന ജോയ്, അഫ്സൽ, ഇത് മീനാക്ഷി. ഒന്നും മറന്നിട്ടില്ല. അതല്ലേ ഞാൻ പറഞ്ഞത്. എനിക്കെല്ലാം ഓർമ്മയുണ്ട്, എല്ലാവരെയും അറിയാം. അല്ല, സാറെന്താ വന്നത്? ഞങ്ങൾക്ക് കുറച്ച് ദിവസം നിങ്ങളുടെ കൂടെ ഇവിടെ താമസിക്കണം. സാറ് വെറുതെ തമാശ പറയുന്നതായിരിക്കും. തമാശയൊന്നുമല്ല, കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. ഞങ്ങൾക്കും താമസിക്കാനുള്ള ഇടം ഇവിടെ ഉണ്ടാവും. അതെന്ത് ചോദ്യം മാഡം? ഇത് നിങ്ങളുടെ തന്നെ കോളനിയല്ലേ? ഇടമില്ലാതിരിക്കോ? അത് സാറും മാഡവും ഇവിടെ താമസിക്കാന്ന് വെച്ചാ എന്താ, ഞങ്ങളിവിടെ താമസിച്ച എന്താ കുഴപ്പം? അല്ല, ഞങ്ങൾക്കിപ്പോഴും സാറും മാഡവും പറഞ്ഞത് വിശ്വാസമായിട്ടില്ല. വിശ്വസിക്കണം. വലിയ വീടൊക്കെ ഉണ്ടായിട്ടും ഇവിടെ അവിടെ കിട്ടാത്ത സ്വസ്ഥത ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അനുഭവിക്കണം. അത്രേ ഉള്ളൂ. അല്ല, എവിടെയാ ഞങ്ങളിപ്പോൾ താമസിക്കുക? നിങ്ങൾ അത് പറയൂ. സാറ് വരണം സാറേ, മേഡവും വരണം. താമസിക്കാനുള്ള സ്ഥലം ഞങ്ങൾ കാണിച്ചു തരാം. ഉള്ള സൗകര്യത്തിൽ സാറിനും മേഡത്തിനും ഇവിടെ താമസിക്കാം. വരൂ സാർ, വരൂ മേഡം. എന്നെ വെല്ലുവിളിച്ചിട്ടാ പാർവതി ഇവിടെ നിന്ന് പോയത്. എന്റെ കൈവശം വന്നു ചേർന്ന ഈ സ്വത്തുക്കളൊക്കെ തിരികെ പിടിച്ചെടുത്ത് എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടുവെന്നാ അവളുടെ ഭീഷണി. അങ്ങനെ എന്നെ വെല്ലുവിളിച്ചിട്ട് പോയ അവളെ വെറുതെ വിടാൻ പാടില്ല. അവൾ ഒരിടത്തും സമാധാനത്തോടെ ജീവിക്കരുത്. പുലി മാനിനെ വേട്ടയാടുന്നത് പോലെ അവളെ തുരത്തി തുരത്തി വേട്ടയാടണം. ജീവിതത്തിലുടനീളം അവള് പ്രഭാവതിയെ ഭയപ്പെടണം. അതിനെന്താ അമ്മേ വേണ്ടത്? അമ്മ പറയും. എടാ, എന്റെ കണക്കുകൂട്ടലിൽ അവനും അവളും കയറി ചെല്ലാൻ സാധ്യതയുള്ള ഒരിടവേ ഉള്ളൂ. ഏതാ സ്ഥലം? വിശ്വനാഥൻ കോളനി. വിശാൽ അവളെ അവിടേക്ക് തന്നെ ആവും വിളിച്ചുകൊണ്ട് പോയത്. അവരവിടെ തന്നെ ഉണ്ടാവും.
അവരെ അവിടെ നിന്ന് ഇറക്കി വിടണോ? അതാണോ അമ്മ ഉദ്ദേശിക്കുന്നത്? ഏയ്, അതൊരിക്കലും പാടില്ല. പെട്ടെന്ന് ഇറക്കി വിടാൻ പാടില്ല. അങ്ങനെ ഇറക്കി വിട്ടാ പകരം വീട്ടുന്നതിന് ത്രില്ലുണ്ടാവില്ല. മെല്ലെ മെല്ലെ, ഇഞ്ചിഞ്ചായിട്ട് വേണം പക തീർക്കേണ്ടത്. എന്താ ആന്റിയുടെ പ്ലാൻ? അത് പറ. വിശ്വനാഥൻ കോളനിയിൽ അവര് താമസിക്കുകയാണെങ്കിൽ അവര് നമ്മുടെ കമ്പനിക്ക് വാടക തരേണ്ടി വരും. ആഹാരത്തിന് പോലും വകയില്ലാത്തവൻ എങ്ങനെ വാടക തരും? വാടക തരാൻ പറ്റില്ല. അവൻ തരില്ല. അന്നേരം വാടക തരാത്തതിന്റെ പേരില് അവനെയും അവളെയും നമുക്ക് കഷ്ടപ്പെടുത്തണം. അതെങ്ങനെ വേണോന്ന് ഞാൻ പറയാം. ആ പിന്നെ ആദ്യം നീ പോയി അവര് വിശ്വനാഥൻ കോളനി തന്നെയാണോ താമസിക്കുന്നതെന്ന് അന്വേഷിക്കണം. ശരി അമ്മേ, ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം. ഉം. പ്രിയ, ആ. എന്താ വിനയ്? ഞങ്ങള് വിശാലിനെ കാണാൻ വേണ്ടി തന്നെയാ വന്നത്. എന്താ കാര്യം? നിനക്കിതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? എങ്ങനെ ജീവിച്ചിരുന്ന ആളാ. ഭാര്യ എന്തോ ഭ്രാന്തിന്റെ പുറത്ത് എല്ലാം ഉപേക്ഷിച്ച് അവിടെ നിന്ന് ഇറങ്ങിയപ്പോ ഒരു കാര്യമില്ലാതെ നീയോ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പൊ ഇവിടെ തൊഴിലാളികൾക്കിടയിൽ വന്ന് കിടക്കുന്നു. ഇത് എന്താ അവസ്ഥയാടാ? നീ കാണിച്ചതേ മഹാവെഡിത്തരായിപ്പോയി. ഞാൻ കാണിച്ചത് വിട്ടുതരമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഭാര്യയുടെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കുന്നതും അവളെ സപ്പോർട്ട് ചെയ്യുന്നതും ഭർത്താവിൻ്റെ ധർമ്മമാണ്. ഞാനേ അതാ ചെയ്തത്. അല്ല, പാർവതിക്ക് ഭ്രാന്താണെന്നേ നീ എന്തർത്ഥത്തിലാ പറഞ്ഞത്? വിനയ്, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. പാർവതിക്ക് ഒരു ഭ്രാന്തുമില്ല. വളരെ ആലോചിച്ച് തന്നെയാ പാർവതി സ്വത്തുക്കൾ ഉപേക്ഷിച്ച് ഇങ്ങോട്ടേക്ക് വന്നത്. ആലോചിച്ചെടുത്ത തീരുമാനം. എന്റെ വിശാലെ, നീ വീണ്ടും വീണ്ടും വിഡ്ഢിയാണെന്ന് തെളിയിച്ചോണ്ടിരിക്കുക. അമേരിക്കനൊക്കെ പഠിച്ച ആളല്ലേ നീ? പാർവതി നിന്റെ ജീവിതത്തിലേക്ക് വന്നതോടെ നിന്റെ ബുദ്ധിയും വിവരവും വിവേകമൊക്കെ നശിച്ചോ പൂർണ്ണമായി. ഇനി നീ ഒരു അക്ഷരം മിണ്ടിയോ പാട്ടിച്ചതിന്റെ അണപ്പല് താഴെ ഇടിഞ്ഞ്. നീ എന്നെ കൊണ്ടേ ഇനി അത് ചെയ്യിപ്പിക്കരുത്. പ്രഭാവതി അമ്മയുടെ വയറ്റിൽ നീ ജനിച്ചു പോയി. ആ ഒരൊറ്റ കാരണത്തില് ഞാനിപ്പോ നിന്നോട് ക്ഷമിക്കുന്നത്. പാർവതി എന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എല്ലാ അർത്ഥത്തിലും എനിക്ക് നന്മകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നീ ഇപ്പോ സ്വന്തം ഭാര്യയെ മറന്ന് ഒരാളെ കൂടെ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ. ആ ആളിനെ നീ ഒന്ന് ശ്രദ്ധിച്ചോ. ഇല്ലെങ്കിലേ ചിലപ്പോൾ നിന്റെ ബുദ്ധിയും വിവേകവും ഒക്കെ പൂർണ്ണമായിട്ട് നശിക്കും. അത് ഞാൻ നോക്കിക്കോളാം. ഏതായാലും ഇവള് കാരണം എനിക്ക് നിന്നെ പോലെ ഈ ഗതികെട്ട അവസ്ഥ അനുഭവിക്കേണ്ടി വരില്ല. നിന്നോട് നാവിട്ടലയ്ക്കാനേ ഞാനില്ല. നീ ഇപ്പൊ വന്നത് എന്തിനാ അത് പറയും.
അവിടെ അമ്മയ്ക്ക് പ്രിയപ്പെട്ട മകൻ പോയതിൽ വലിയ ദുഃഖം. എന്നെ സ്വസ്ഥമായിട്ട് ഇരിക്കാനേ സമ്മതിക്കുന്നില്ല. അവൻ കോളനി കിടന്ന് വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടാവും. നീ പോയി അവന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ഒരേ കരച്ചില്. അത് സഹിക്കാൻ വയ്യാത്തോണ്ടാ ഞാനിവിടെ വന്നത്. നമ്മൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അത് പറ, അത് ഞാൻ ചെയ്യാം. എത്ര രൂപ വേണം? എനിക്ക് നിന്റെ പണമൊന്നും വേണ്ട. ഓഹോ, അത് അഹങ്കാരം. ഇങ്ങനെ അഹങ്കരിക്കണമെങ്കിൽ ആവശ്യത്തിലധികം പണം കയ്യിലുണ്ടാവുമല്ലോ. അതെ, നിന്നെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല. വേണ്ട, അത് എന്നെ ബോധ്യപ്പെടുത്തണ്ട. അമ്മ പറഞ്ഞോണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഓക്കെ, ലീവ് ഇറ്റ്. നീ വന്ന കാര്യം കഴിഞ്ഞല്ലോ. എന്നാ പിന്നെ നീ പോവാൻ നോക്ക്. അങ്ങനെ പോകാനല്ലല്ലോ വന്നത്, അല്ലേ വിനയ്? അതെ, പോകാൻ പറഞ്ഞാലേ ഉടനെ പോകാൻ പറ്റില്ല ബ്രോ. ചില കാര്യങ്ങൾ കൂടി എനിക്ക് വ്യക്തത വരുത്താനുണ്ട്. എന്താ വേണ്ടത്? പറയാം. വിശാൽ ബ്രോ, ഇത് നിന്റെ മുത്തശ്ശന്റെ പേരിലുള്ള കോളനി ആണെങ്കിലും ഇവിടെ നിങ്ങൾക്ക് സൗജന്യമായി താമസിക്കാൻ പറ്റില്ല എന്നറിയാലോ. ഇവിടെ ഈ കോളനിയിൽ താമസിക്കുന്ന മുഴുവൻ തൊഴിലാളികളും 50,000 രൂപ അഡ്വാൻസും മാസവാടകയും കൊടുത്ത ഇവിടെയുള്ള ക്വാർട്ടേഴ്സുകളിൽ താമസിക്കുന്നത്. നിങ്ങളും അതുപോലെ അഡ്വാൻസും വാടകയും കമ്പനിക്ക് തരണം. വിശാൽ സാർ എന്തിനാ തരുന്നത്? അത് തരണം. ഇവിടെ താമസിക്കുന്നവർക്കൊക്കെ ഒരേ നിയമം തന്നെയാ. അതിപ്പോ ഇദ്ദേഹത്തിന് വേണ്ടി ഒഴിവാക്കാനൊന്നും പറ്റില്ല. അഡ്വാൻസ് തരാതെ ആർക്കും ഇവിടെ താമസിക്കാൻ പറ്റില്ല. വേണ്ട, ഒരു ആനുകൂല്യവും ഞങ്ങൾക്ക് വേണ്ട. നിനക്ക് പണമല്ലേ വേണ്ടത്? അത് ഞാൻ തരാം. സർ, ഇവിടെ കയ്യിൽ കിട്ടുന്ന സർ പണം. ആ മതി, പണം താനേ. അഡ്വാൻസ് തരാൻ പണം ഇല്ല അല്ലേ? എന്തിനാ പാർവതി വിശാൽ ബ്രോ ഇങ്ങനെ തൊഴിലാളികളുടെ മുന്നിൽ നാണം കെടുത്തേണ്ട സിറ്റുവേഷൻ നീ ഉണ്ടാക്കിയത്? പണത്തിന് മുകളിൽ തുടങ്ങിയത് മനുഷ്യനല്ലേ ഇത്? ഇപ്പോ കയ്യിൽ ഒരു ചില്ലി കാശില്ലാതെ നടുതെരുവിൽ നിൽക്കുന്നു. അതെ, പണം ഉണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയണ്ട. അഡ്വാൻസ് തന്നില്ലെങ്കിലേ രണ്ടിനെ ഞാൻ ഇപ്പൊ തന്നെ ഇവിടെ ഇറക്കി വിടും. വിശാൽ സാറിന് ഇവിടെ നിന്ന് ഇറക്കി വിടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. വേണ്ട, സമ്മതിക്കണ്ട. ഇവര് കൊടുക്കാനുള്ള അഡ്വാൻസ് നിങ്ങൾ കൊടുത്തോളൂ. അപ്പോ പ്രശ്നം തീർന്നില്ലേ? അല്ല, ഇവരുടെ കയ്യിൽ എവിടുന്ന് അറിയാ പണം? ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടുന്നവരല്ലേ ഇവര്. സാറേ, അങ്ങനെ ഞങ്ങളെ കളിയാക്കിയൊന്നും വേണ്ട. ഞങ്ങൾ കൂട്ടിയാലും കൂടും. എല്ലാരും കയ്യിൽ ബോണസ് വാങ്ങിയ പണം ഉണ്ടല്ലോ, അതങ്ങ് എടുത്തോണ്ട് വാ. നമുക്ക് വിശാൽ സാറിന് വേണ്ടി അഡ്വാൻസ് കൊടുക്കണം. വേഗം വേണം. സാറ് പേടിക്കണ്ട സാർ, പണം ഇപ്പൊ വരും. അതൊന്നും വേണ്ടായിരുന്നു. സാറ് വിഷമിക്കണ്ട.
ഇതിപ്പോ ഞങ്ങൾ കോളനിക്കാരെല്ലാം ചേർന്ന് സാറിന് തരുന്ന പാരിതോഷികമായി കണ്ടാ മതി. സാർ, ഇത് അഭിമാനത്തോടെ വീടിന്റെ അഡ്വാൻസ് കൊടുക്കണം. അല്ല, ഇന്നിവര് നിങ്ങൾക്ക് വേണ്ടി പണം തന്നു, നാളെ ഇവര് ഇതുപോലെ പണം തരൂ? ഇല്ല, അതൊന്നും സാധിക്കുന്ന കാര്യമല്ല. അല്ല, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ബ്രോ, തെരുവിലിറങ്ങി പിച്ചതുണ്ടോ? അല്ല, പാർവതി പറയ്, നിനക്ക് വേണ്ടിയല്ലേ ബ്രോ അവിടെ നിന്ന് പോകുന്നത്? പണം ഇല്ലാതെ നിങ്ങൾ എങ്ങനെ ജീവിക്കും? പണത്തിന് പണം തന്നെ വേണം. അല്ലാതെ ആഹാരവും നിത്യച്ചെലവുകളും എങ്ങനെ നടന്നു പോവും? രണ്ടുപേരും കൂടി പിച്ച തണ്ടറിയ. ഇപ്പൊ കിട്ടിയ അഡ്വാൻസ് കാശും തൊഴിലാളികൾ ഇവർക്ക് കൊടുത്ത പിച്ച തന്നെയല്ലേ? ദാ, ഈ കൊലുസ് വാങ്ങണം. ഈ കൊലുസ് വാങ്ങണം. ഇത് എന്റെ ഭർത്താവ് എനിക്ക് സ്നേഹത്തോടെ സമ്മാനിച്ചത്. ഇത് പണയം വെച്ച തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി തന്ന 50,000-ന് മുകളിൽ കിട്ടും. പണയം വെച്ച് നിങ്ങൾ നൽകിയ തുക തിരിച്ചെടുത്തോളൂ. അയ്യോ, ഇതൊന്നും വേണ്ട മാഡം. വേണം, ഇത് വാങ്ങിയേ തീരൂ. ഇത് വാങ്ങണം. വിനയ്, ഈശ്വരൻ കൂടിയുള്ളിടത്തോളം കാലം ഞങ്ങൾ ഭയപ്പെടാതെ തന്നെ ജീവിക്കും. അതോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. അഡ്വാൻസ് കിട്ടിയല്ലോ. വാടകയും മുടങ്ങാതെ കൃത്യമായി കിട്ടിയിരിക്കും. ഇനി നിനക്ക് പോവാനല്ലോ. നിന്ന നേരം കളയാതെ നീ പോവാൻ നോക്ക്.
പ്രഭാവതി, ഗോപിയേട്ട, പ്രഭാവതി, എല്ലാവരും വിശാലിനെ പോലെ നീ പറയുന്നത് എന്തും അന്ധമായി വിശ്വസിക്കുന്നവരാണെന്ന് കരുതരുത്. ഗോപിയേട്ടൻ എന്തായി പറയുന്നേ? വിശാല അന്ധമായിട്ട് എന്ത് വിശ്വസിച്ചുവെന്നാ? ഗോപിയേട്ട, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ദേ, ഗോപിയേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് തെളിച്ചു പറയൂ. സ്വത്തുക്കളും കമ്പനിയും ഈ വീടുമെല്ലാം പാർവതി സ്വന്തം ഇഷ്ടപ്രകാരം നിനക്ക് എഴുതി തന്നതാണോ? കമ്പനിയുടെ ചെയർപേഴ്സൺ സ്ഥാനം പാർവതി സ്വയം രാജിവെച്ചതാണോ?